അവസരങ്ങൾ നമ്മെ തേടി വരില്ല. ഒരു പോരാളിയെ പോലെ അങ്ങോട്ട് ചെന്ന് അവസരങ്ങളെ കീഴടക്കണം. PSC പരീക്ഷകൾ എന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അത്തരത്തിലുള്ള ഒരു പോരാട്ട വീര്യമാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. തന്ത്രപരമായി പോരാടുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2026 വലിയ അവസരങ്ങളാണ് PSC വരാൻ പോകുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. ഈ പരീക്ഷകളുടെ ഒക്കെ സിലബസ് 70 മുതൽ 80% വരെ ഒന്ന് തന്നെയല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കില്ല. PSCയിലെ ഈ അവസരങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാ പരീക്ഷകൾക്കും സമഗ്രമായി പ്രിപ്പയർ ചെയ്യണം. ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങിയാൽ അത് പോസിബിൾ ആണ്. കാര്യം ഇപ്പോൾ നമ്മുടെ കയ്യിൽ സമയം എന്ന ആ ബ്രഹ്മാസ്ത്രമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു പരീക്ഷയിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ചുരുങ്ങിപ്പോകരുത്. നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ നോക്കൂ. ഒരേ സമയത്ത് നടത്തപ്പെടുന്ന പരീക്ഷകളിൽ ഒരേ വ്യക്തികൾ തന്നെ പല റാങ്ക് ലിസ്റ്റിൽ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ ഈ രീതിയിൽ പോരാടിയവരാണ്. ഇതിന്റെ ഗുണം എന്താ? ഇൻ കേസ് ഒരു പരീക്ഷയിൽ നമുക്കൊന്ന് അടി തെറ്റിയാലും അടുത്ത പരീക്ഷയിൽ നമ്മൾ സേഫ് ആവും. ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെ നല്ലൊരു കാര്യമാണത്. ഇപ്പോൾ കുറച്ചധികം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ സെറ്റാണ്. ഈ ഒരു കഠിനമായ യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ പല പരീക്ഷകളുടെയും സിലബസ് പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് പറ്റും? എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സിലബസ് കവേർഡ് ആകും, സബ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് സഹിതം പഠിച്ച് മുന്നേറാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. ഇപ്പോൾ ഇത് പോസിബിൾ ആണ്. ഭാവിയിൽ സമയം കുറേ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പുഷ് ദ കോമ്പറ്റീഷൻ, നന്നായി തന്നെ പഠിച്ച് മുന്നേറുക. ഓൾ ദ ബെസ്റ്റ്.